നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് വാഹനം ഓടിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതായത് റോഡിലൂടെ എങ്ങനെ പേടി കൂടാതെ എങ്ങനെ വാഹനം ഒറ്റയ്ക്ക് ഓടിക്കാം. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി പല വീഡിയോ ചെയ്തിട്ടെങ്കിലും പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഓടിച്ച് കാണിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് ഓടിച്ച് തന്നെ കാണിച്ചു തരാം. ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ചെയ്ത് കാണിക്കുന്നുണ്ട് റോഡിൽ ഓടിച്ച് തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്കും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്യുക. കാരണം നമുക്കൊരു ഷെയറിങ് ചെയ്യുന്നത് പലരും ലൈസൻസ് കയ്യിൽ ഉണ്ടായിട്ടും വീട്ടിൽ വാഹനം ഉണ്ടായിട്ടും ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ പേടി. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ, ഒറ്റയ്ക്ക് ഒരു വാഹനം ഓടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഒരു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം പലർക്കും ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും റോഡിലൂടെ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗിയർ ഡൗൺ ചെയ്യാനും ഇടാനും അതുപോലെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും തിരിക്കാനും എല്ലാം സ്ലോ ചെയ്യുന്ന എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓർത്തുകൊണ്ട് പലർക്കും പേടിയാണ്. അപ്പൊ ഞാനിത് ഓടിച്ച് തന്നെ കാണിച്ചു തരാം. ഒരു റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെയ്യുന്ന കൂട്ടത്തിൽ അതെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തിരക്ക് കാണും, ചിലപ്പോൾ തിരക്ക് കാണില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു തുടക്കക്കാരൻ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് ഓരോന്ന് ചെയ്യുന്നതായിട്ട് നിങ്ങളിത് കണക്കാക്കിയാൽ മതി. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി നിങ്ങളുടെ വാഹനത്തിലും. അപ്പം നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഞാനിത് ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യുക, ഇതുപോലെ സീറ്റിലേക്ക് കയറിയിരുന്ന് നമ്മുടെ സീറ്റ് ഒക്കെ ക്ലിയർ ചെയ്യുക. അപ്പൊ ഞാനിപ്പോ സീറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് ഞാനത് കാണിക്കുന്നത്. ഞാൻ പല വീഡിയോയിലായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് സീറ്റ് ക്ലിയർ ചെയ്യേണ്ടത്. കാരണം പലർക്കും സീറ്റ് ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ പേടി കൊണ്ട് മാറാത്തത്. കാരണം ഒരു പ്രാവശ്യം ഇരിക്കുമ്പോൾ ചിലപ്പം അത് ക്ലിയർ ആകും, പിന്നത്തെ പ്രാവശ്യം ഇരിക്കുമ്പോൾ അത് വേറെ രീതിയിലൊക്കെ തോന്നാനുള്ള കാരണം അത് കൃത്യമായിട്ടല്ല ആ സീറ്റ് ക്ലിയർ ആകാത്തത് കൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് സീറ്റ് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യണതിനൊക്കെ പറ്റിയുള്ള വീഡിയോ ഞാൻ വലുത് ചെയ്തു. നമ്മൾ ആ വീഡിയോ കയറി കാണുക. ഞാനിപ്പോ എന്റെ ഭാഗത്തിന് ക്ലിയർ ആക്കി ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, വണ്ടി സ്റ്റാർട്ടും ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ടും ചെയ്തിട്ട് മിററുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ സീറ്റ് ബെറ്റൂടെ അങ്ങിടുന്നു. സീറ്റ് ബെറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മള് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ തന്നെ കാണാൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. കാരണം പലരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഗിയർ കൊണ്ടിട്ട് ഇങ്ങനെ അങ്ങ് പിടിക്കും. ഫസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ഗിയർ കറക്റ്റ് ഫസ്റ്റ് അല്ല. കാരണം നമ്മളൊരു കിടക്കുന്ന വാഹനം എടുക്കണമെങ്കിൽ, ആ വണ്ടി ഉരുട്ടണമെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ ആയിരിക്കണം. കാരണം ഒരു ഇറക്കമാണെങ്കിൽ നമുക്കൊരു ഗിയർ ഗിയർ മുന്നേ കിടക്കുന്ന ഗിയറിലേക്ക് ഫസ്റ്റും തേർഡും ഫിഫ്റ്റും. അപ്പം അങ്ങോട്ട് തള്ളി കഴിഞ്ഞാൽ ഒന്നിൽ ഫസ്റ്റ് ആയിരിക്കും, അല്ല തേർഡ് ആണെങ്കിൽ ഇറക്കമാണെങ്കിൽ പോകും, നമുക്ക് പ്രശ്നമില്ല. കാരണം 4 സൈഡിലെ വീൽ ഉരുണ്ട് കിടക്കുമായതുകൊണ്ട്. അപ്പൊ നമുക്ക് സംശയം പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഒന്നും വണ്ടി അങ്ങനെ ഉള്ളതെന്നതില്ല. വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ എന്ത് ചെയ്യണം, ഇട്ടാൽ മാത്രമേ വണ്ടി കറക്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്തെടുക്കാൻ, വണ്ടി ഓഫ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ കിടക്കുന്ന ഒരിടത്ത് എന്ത് ചെയ്യരുത്, ഇങ്ങനെ നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കരുത്. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ന്യൂട്രാക്കി നോക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം സൈഡിലേക്ക് കൊണ്ടുവന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തു. ആ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത് ഹാൻഡ് ബ്രേക്ക് മാറ്റാം. പലരും ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ഹാൻഡ് ബ്രേക്ക് ഒക്കെ മറന്നുപോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഹാൻഡ് ബ്രേക്ക് ഇപ്പൊ നമ്മൾ വണ്ടി പോകാൻ തുടങ്ങുമ്പോൾ മാത്രം എന്ത് ചെയ്യാവും, നിങ്ങൾ മാറ്റാവും. ഹാൻഡ് ബ്രേക്ക് മാറ്റി നമ്മൾ സൈഡിൽ കിടക്കുകയാണ്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ റോഡ് സൈഡ് റൈറ്റ് സൈഡ് എടുക്കുന്നുണ്ട്, നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കണം. വണ്ടിയില്ല, ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്ത് എന്ത് ചെയ്തു, പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. എന്നിട്ട് ക്ലച്ചിൽ നിന്നും, കാരണം നിങ്ങൾ പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കണം. കാരണം ഈ എല്ലാവരും എന്ത് ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ കൊണ്ടിരും, ബ്രേക്കിൽ നിന്ന് മാറ്റി ആസോണ്ട് എടുക്കും. ഇപ്പൊ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പല സമയത്ത് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ പതിയെ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കുക. ഈ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കുമ്പോൾ ബാക്കിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വണ്ടി നിരപ്പിലാണ് കിടക്കുന്നത്. കാരണം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെച്ച് പിന്നെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ക്ലച്ചിൽ നിന്നും കാലെടുത്തോണ്ടിരിക്കും. പക്ഷേ എന്ത് ചെയ്യും, പലരും മറന്നു പോകും ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാൻ. എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബ്രേക്കിൽ നിങ്ങൾ പരമാവധി കാല് നിങ്ങൾ പോകാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റിയേച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി കറക്റ്റായിട്ട് ഓഫ് ആകാതെ മുൻപോട്ട് നമുക്ക് കൃത്യമായിട്ടും
എടുക്കാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യും, നിങ്ങൾ പതിയെ പെട്ടെന്ന് നിങ്ങൾ എടുത്ത് മാറ്റരുത്. കാരണം നമുക്ക് എപ്പോഴും ഒരു നിരപ്പ് തന്നെയാണോ എന്നില്ല, ചിലപ്പോൾ കയറ്റമായിരിക്കും, സ്ലോപ്പൊക്കെ ആയിരിക്കും. അപ്പൊ വണ്ടി എന്ത് ഇങ്ങോട്ട് പോകും, ബാക്കിലേക്ക് പോകും. അപ്പൊ പതിയെ എടുത്ത് നോക്കുമ്പോൾ വണ്ടി ബാക്കിലേക്കും പോകുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സ്ട്രെയിറ്റ് ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ബ്രേക്ക് ഒന്ന് മാറ്റി ക്ലച്ചിൽ നിന്നും പതിയെ എടുക്കുക. ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്ത് വണ്ടി ഉണ്ടോ എന്ന് നോക്കി പതിയെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കാവൂ. അല്ല ഞാൻ കുറെ നാൾ കൊണ്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് ചെയ്യരുത്, പെട്ടെന്ന് എടുക്കരുത്. അതാണ് വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നത്. നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുകളിൽ വരാതെ നിങ്ങൾ ഓടിക്കാൻ ശ്രമിക്കരുത്. കാരണം പലരും എന്ത് ചെയ്യും, വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. പലരും എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റർ അങ്ങോട്ട് കൊടുക്കും, വണ്ടി ഇല്ലെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ടൊക്കെ എടുക്കും. എന്ത് സംഭവിക്കും, വണ്ടി അങ്ങ് എടുക്കുന്നതിന് നമ്മൾ ഓടിക്കുക. അപ്പൊ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫായി പോകും. അപ്പൊ നമ്മൾ ക്ലച്ചിന്റെ മുകളിൽ വരുന്നിടം വരെ നമ്മൾ ക്ഷമിക്കണം. വണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ ശ്രമിച്ചത്, ഫ്രണ്ടിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുൻപോട്ട് എടുത്തത്. കാരണം ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കത്തില്ല, നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലൊന്നും ഇല്ല, നമുക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, റോഡിന് വീതിയുണ്ട്, റോഡിന് ഫ്രണ്ടിൽ ഗ്യാപ്പും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകരുത്. നമ്മൾ ക്ലച്ചിന്റെ മുകളിൽ വരുന്ന വരെ ക്ഷമിക്കണം. ക്ലച്ചിന്റെ മുകളിൽ വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മുടെ സൈഡിലാണെന്ന് ഉറപ്പ് വരുത്തി വണ്ടി ഓടിച്ചുകൊണ്ട് പോകാവൂ. അല്ലാതെ നിങ്ങൾ ഈ ക്ലച്ചിന് എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫായി പോകും. അപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ഓടിക്കുക. കണ്ട, ഞാൻ എന്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഓടിക്കുന്നത്. ഈ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ നമ്മൾ ഓടിച്ച് പഠിക്കുക. അല്ല നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ അവിടുന്ന് ഒരു വണ്ടി വന്നാൽ എന്ത് ചെയ്യും, എത്ര തിരിക്കണം, എത്ര ക്ലച്ച് ഓടണം, എത്ര ബ്രേക്ക് ഓടണം. ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരുടെ ചിന്ത അതാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വണ്ടിയെ കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ടൊന്നും എടുക്കാൻ പോകില്ല, നിങ്ങളെ കൊണ്ട് സാധിക്കാൻ കഴിയാതെ വരുന്നത്. അപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർന്നു, എന്ത് ചെയ്തു, സ്വല്പം ആക്സിലേറ്റർ കൂട്ടി കൊടുത്തു, പെട്ടെന്ന് ആക്സിലേറ്റർ മാറ്റുന്നു, ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തത്. ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞപ്പോഴും ഞാൻ ആദ്യമേ ഗിയറിലേക്കല്ല പോയത്. എങ്ങോട്ട് പോയി, ആദ്യമേ ക്ലച്ച് ചവിട്ടി. ക്ലച്ച് ചവിട്ടിയതിനു ശേഷം നമുക്ക് തന്നെ മനസ്സിലാക്കണം സെക്കൻഡ് ഗിയർ എവിടെയാണ് കിടക്കുന്നത്. ആ സെക്കൻഡ് ഗിയറിനെ ആ പൊസിഷനിൽ തന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഗിയർ വീഴും. പലരും എന്ത് ചെയ്യും, ഗിയർ ആലോചിച്ചുകൊണ്ട് പോകും, ലാസ്റ്റിൽ ഗിയറിലേക്ക് പിടിക്കും, ക്ലച്ച് താക്കാൻ മറന്നു പോകും, പിടിച്ചു വലിക്കും. അതോ എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടിയില്ലെങ്കിലും ഗിയർ കിടക്കുന്ന വണ്ടി ന്യൂട്രൽ പെട്ടെന്ന് ആവും. പക്ഷെ ആ ന്യൂട്രലായ വണ്ടി ഗിയറിലേക്ക് വിടാൻ ക്ലച്ച് ഇല്ലാതെ വീഴത്തില്ല. എന്ത് ചെയ്യും, പിന്നെ അവർ കിടന്ന് പിടിക്കുക. കാരണം അവരുടെ കാലം എങ്ങനെ ഇരിക്കുന്നു, എത്ര പൊങ്ങിയാണോ ഇരിക്കുന്നത്, താണാണോ ഇരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് അവര് ഈ ഒരു വെപ്രാളം കാണിക്കുന്ന കാരണത്താൽ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ എങ്ങോട്ട് പോകും, ഈ ഗിയർ പിടിക്കുമ്പോഴത്തേനെ ഇങ്ങനെ റൈറ്റിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഗിയർ ഇടുന്നതിന് മുമ്പേ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ വണ്ടി എന്റെ സൈഡിൽ തന്നെയാണ്, എന്റെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ ക്ലച്ച് ചവിട്ടുക. ഏത് ഗിയർ ആണോ ഇടുന്നത് ആ പൊസിഷൻ തന്നെ ഇടുക. ഞാനിപ്പം സെക്കൻഡ് ഗിയർ തന്നെയാണ് പോകുന്നത്. ഇതുപോലെ വാഹനം ഓടിക്കണം വലിയ ആഗ്രഹമാണ്, പക്ഷെ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സ്വല്പമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ ഓടിക്കും. പക്ഷെ ഇതുപോലെ ഒരു വണ്ടിക്ക് ഓപ്പോസിറ്റ് ഇതുപോലെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റിയറിംഗ് തിരിക്കണം, അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ട്രിക്കും ടിപ്സ് ഞാനിത് വീഡിയോയിൽ ഞാൻ പറയില്ല. കാരണം പലർക്കും പല പല പ്രശ്നങ്ങളാണ്, പല പല ബുദ്ധിമുട്ടാണ്. പല ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി തന്നാൽ മാത്രമേ, അതായത് ആള് കൂടിരുന്ന് ആ ആളിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്കത് പറഞ്ഞാൽ കാര്യമില്ല. അത് വീഡിയോയിലൂടെ ആ ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല മിസ്റ്റേക്കുകളായതുകൊണ്ട് അതിൽ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയല്ലേ, പ്രായം കൊണ്ട് ആയിരിക്കും നിർത്തിക്കുമെന്ന് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും തന്നെ നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം 70, 75, 80 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതുന്നത്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഓവർടേക്ക് ചെയ്ത് വണ്ടികൾ പോയി, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ ഓവർടേക്ക് ചെയ്യുമെന്ന് വണ്ടിയെ നോക്കിക്കൊണ്ടിരിക്കരുത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ വണ്ടി അറിയാതെ എങ്ങോട്ട് പോകും, ഒന്നി ഇങ്ങനെ ലെഫ്റ്റോട്ട് ഇറങ്ങിപ്പോം, അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റോട്ട് പോകും. കാരണം നമ്മൾ അവരെ നോക്കിയിരിക്കുന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് പേടികൾ ഉണ്ടാകും. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്. കാരണം ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്ക് പല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങൾക്കും കുത്തുകൊള്ളുന്നുണ്ട്. അവരുടെ മിസ്റ്റേക്ക് തന്നെയാണെന്ന് മനസ്സിലായി വരുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരു കാര്യങ്ങൾ പറയുന്ന അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഈ വീഡിയോ കാണുന്നവര് 100 പേരാണ്. ഈ 100 പേരിൽ ചിലപ്പോൾ 10 പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലായിരിക്കും അവർക്ക് മിസ്റ്റേക്ക്.
ഇപ്പൊ മറ്റുള്ള 10 പേർക്ക് ഇപ്പം പറയുന്നില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടി എന്ത് ചെയ്യരുത്, നിങ്ങൾ ശ്രദ്ധിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് നിങ്ങളുടെ വണ്ടി ഇടത്തോട്ടോ റൈറ്റിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ നമ്മളെ എല്ലാ ഗിയറും ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം, അവിടെ ചെല്ലുമ്പോൾ ഏത് ഗിയറിൽ പോകണം, അതുപോലെ തന്നെ ഇവിടെ ചെല്ലുമ്പോൾ എത്ര തിരിക്കണം, ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുക ചെയ്യരുത്. നമുക്കിപ്പോ സെക്കൻഡ് ഗിയറിലാണോ പോണേ, ആ സെക്കൻഡ് ഗിയർ കടന്ന് തന്നെ നമുക്ക് റോഡിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, നമ്മൾ ആ സൈഡിലൂടെ തന്നെ ചേർന്ന് എന്ത് ചെയ്യുക, പോവുക. വളവിന് വരുമ്പോൾ ഒരു ഓൺ അടിക്കുന്നതിലല്ല കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പം വണ്ടി ഓടിക്കുന്ന വീഡിയോ ഇട്ടപ്പം അതിനകത്ത് കമന്റ് ആയിട്ട് വന്നു, ഓണോട് അടിക്കാൻ പഠിപ്പിക്കണമെന്ന്. ഞാൻ സത്യത്തിൽ എനിക്ക് ഓൺ അടിക്കാൻ പറ്റില്ല പഠിപ്പിക്കേണ്ട, എനിക്ക് അവരെങ്ങനെയും ഒരു വണ്ടി എടുക്കാനും അതുപോലെ ഓടിപ്പിക്കാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ ഓൺ അടിക്കാൻ സ്വാഭാവികമായിട്ടും ആരെയും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ആ സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ട സമയത്ത് അവർ തന്നെ എന്ത് ചെയ്തോളും, ഓൺ ആക്കിക്കോളും. അല്ലെങ്കിൽ ഓൺ അടിക്കേണ്ട സമയത്ത് അവർ ഓൺ അടിച്ചോളും. അപ്പൊ ഞാനല്ലാതെ ഓൺ അടിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓൺ അടിക്കണം, എങ്ങനെ ഓൺ അടിക്കണം, എവിടെ ഓൺ അടിക്കണം, ഇത് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് രീതിയിലാണ്. അപ്പൊ അവർക്ക് വേണ്ടി അവർ രീതിയിൽ അവരുടെ കൈയും കാലും പെട്ടെന്ന് വരത്തില്ല. ഇപ്പൊ ഒരു ഹമ്പുണ്ട്, ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി കൊടുത്തു ആദ്യമേ, എന്നിട്ട് പതിയെ ബ്രേക്ക് കൂടെ വെച്ചു. കാരണം ഫ്രണ്ട് കുത്തിച്ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിപ്പോ എന്താ ചെയ്തു, ഒരു ഹമ്പ് വന്നപ്പം ക്ലച്ചാണ് ആദ്യം ചവിട്ടിയത്. കണ്ട, വീണ്ടും ഒരു ഹമ്പ് വന്നു, ഞാൻ ഇവിടുന്ന് ക്ലച്ച് ചവിട്ടി. അപ്പൊ സ്പീഡ് കൂടുവാണെങ്കിൽ നമ്മൾ സ്വല്പമായിട്ടൊന്ന് ബ്രേക്ക് വെക്കുക, എന്നിട്ട് ബ്രേക്ക് നയിക്കുക. ഫ്രണ്ടിലെ വീൽ ഇറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം. കാരണം ഫ്രണ്ടിലത്തെ വീലിന് മാത്രമേ നമുക്ക് ആ ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. ബാക്കിലെ വീല് നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിൽ നിന്നൂടെ കാല് മുകളിലേക്ക് വന്നാലേ എന്ത് ചെയ്തുള്ളൂ, ബാക്കിലെ വീൽ ഇറങ്ങി വരത്തുള്ളൂ. അപ്പൊ ബാക്കിലെ വീൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിന്റെ മുകളിലേക്ക് വേണം. കാരണം പലരും എന്ത് ചെയ്യും, ഇങ്ങനെ ക്ലച്ച് ചവിട്ടി വെച്ചുകൊണ്ടിരിക്കും, ഈ എടുത്തൊരൊറ്റ ചാട്ടം ചാടും. കാരണം ബ്രേക്ക് കൂടെ സ്ലോ ചെയ്യാൻ അവർ മറന്നു പോകും. അപ്പൊ ഈ ഒരു ചാട്ടം കണ്ടോണ്ട് ആദ്യം ക്ലച്ചാണോ ചവിട്ടേണ്ടത്, ബ്രേക്ക് ആണോ ചവിട്ടേണ്ടത്, എത്രയാണ് ചവിട്ടേണ്ടതെന്ന് പറഞ്ഞ് പലർക്കും ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആണെങ്കിൽ ഒരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ക്ലച്ച് ചവിട്ടുക. സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്കിലൂടെ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. ബ്രേക്കിൽ നിന്ന് നിങ്ങൾ മാറ്റിയിട്ട് വേണം ഫ്രണ്ടിലത്തെ വീൽ ഇറക്കാൻ. അല്ല ബ്രേക്കേ വെച്ചുകൊണ്ട് നിങ്ങൾ ഫ്രണ്ടിലത്തെ വീൽ ഇറക്കരുത്. ബ്രേക്കിന് ആ ഹമ്പിന് ചാടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ബ്രേക്ക് സ്ലോ ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കണം. ആ ഫ്രണ്ടിലത്തെ വീൽ ഇറങ്ങി എന്ന് കണ്ടു കഴിയുമ്പോൾ തൊട്ടെന്തിനും ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കാം. ഞാനിപ്പോ ഇത്രയും നേരം വണ്ടി ഓടിച്ചോണ്ട് വന്നപ്പോഴും ഇത് കണ്ടില്ല, എന്റെ സൈഡിൽ നിന്ന് ഞാൻ എങ്ങും വിട്ടില്ല. അപ്പൊ നമ്മളൊരു ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ഇപ്പൊ നമ്മൾ ഈ വണ്ടി ഓടിച്ചു. ഇപ്പൊ ഈ 2 കിലോമീറ്റർ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ അത് മാത്രം നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആലോചിക്കുക. അല്ലാതെ നമ്മളിപ്പം അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ചിന്തിക്കരുത്. ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പാട്. ഇപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ ഓടിച്ചോണ്ട് തന്നെ പോകാൻ പറ്റത്തില്ല, നമുക്ക് എവിടെയെങ്കിലും നിർത്തണം, നിർത്തി കാണിച്ചു തരാം. അപ്പൊ നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇൻഡിക്കേറ്റർ കൊടുത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കുക, സ്ലോ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടി കൊടുക്കുക. ആ സ്പീഡ് കൂടുന്നതെന്ന് വെച്ചാൽ ബ്രേക്കിൽ നിന്ന് സ്ലോ ചെയ്തുകൊണ്ട് നമ്മുടെ സൈഡിലേക്ക് വരിക. എന്നിട്ട് ഈ ഫ്രണ്ട് ഇങ്ങോട്ട് ആയി എന്ന് കണ്ട് എന്ത് ചെയ്യുക, സ്വല്പമായിട്ട് റൈറ്റോട്ട് ആക്കി വെക്കുക. ഒരുപാട് നിങ്ങൾ ഇങ്ങനെ തിരിക്കരുത്. ഒരുപാട് തിരിച്ചാൽ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് ആക്കിക്കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ബ്രേക്ക് വെക്കുകയും ചെയ്യരുത്. കണ്ട, ഞാൻ അങ്ങോട്ട് ആക്കിക്കൊണ്ടോ, എന്റെ കൈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് വെച്ചു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് മാത്രം ലെഫ്റ്റ് സൈഡിലാകും, ബാക്ക് സൈഡോ റോഡിലാകും. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, സ്വല്പമായിട്ട് ഒന്ന് അനക്കി വെക്കുക. കണ്ട, സ്വല്പമായിട്ട് ഫ്രണ്ടിനെ ഒന്ന് മാറ്റി കൊടുത്താൽ വണ്ടി നേരെ കിടക്കും. അപ്പൊ അപ്പോഴത്തേന് വണ്ടിയുടെ ഇങ്ങോട്ട് മാറുകയില്ല. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നമ്മൾ നിർത്തിയാൽ മതി, വണ്ടി നേരെ ആയിരിക്കും. അങ്ങനെ നിർത്തി. ഇപ്പൊ ഇങ്ങനെ നിർത്തിയതിനു ശേഷം നിങ്ങൾ എടുക്കേണ്ട എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ പലരും ഇതേപോലെ അങ്ങ് എടുക്കും. ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും ഇതുപോലെ കിടക്കുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഇവിടെ നിന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. കാരണം ഗിയറിലായതുകൊണ്ട് ക്ലച്ചും ബ്രേക്കും ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് എടുക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഉറപ്പ് വരുത്തുക. ഇനിയും നമ്മുടെ വണ്ടിക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യണോ വേണ്ട, നിങ്ങൾ അത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങളൊരു വണ്ടിയെ മുമ്പോട്ട് അനക്കാൻ ശ്രമിക്കാവോ. അല്ലാതെ നമ്മുടെ വണ്ടിക്കകത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ പെട്ടെന്ന് വെളിയിലോട്ട് നോക്കി എന്ത് ചെയ്യരുത്, എടുക്കരുത്. എന്റെ വണ്ടിയിൽ എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റിയേക്കാണ്. ഇനിയിപ്പം കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്, വണ്ടിക്കകത്തൊന്നും ചെയ്യാനില്ല. എന്നാൽ നമ്മുടെ തല വെളിയിലോട്ട് പോകും, വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുക, ബ്രേക്ക് നിന്ന് ചെയ്യുക. ഇതാണ് ബ്രേക്ക് ഒന്ന് പതുക്കെ മാറ്റി നോക്കുമ്പോൾ വണ്ടി ബാക്കിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ അങ്ങോട്ട് ബ്രേക്ക് അങ്ങ് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുകയാണ്. കേട്ടാ, ഈ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുമ്പോൾ നമ്മൾ റോഡിൽ തന്നെ നോക്കിയിരുന്നാലേ നമുക്ക് എങ്ങോട്ടായാലും വണ്ടി പൊളഞ്ഞു പോകുന്നതൊക്കെ അറിഞ്ഞനുസരിച്ച് നമുക്ക് വണ്ടിയെ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പതിയെ ക്ലച്ചിൽ നിന്ന് കണ്ടത് ചെയ്തു. ഇപ്പോഴാണ് ഞാൻ ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുത്തത്, ഈ തീർന്നത്. ഇങ്ങനെ തീർന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അടുത്ത ഗിയറിലേക്ക് പോവോ, അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യാൻ കഴിയാവൂ. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഒരു ക്ലച്ചിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് പെപ്രാണം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ ചെയ്ത് കളയരുത്.
ഇപ്പൊ നമുക്ക് കണ്ടില്ല, ഞാൻ എന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നു, എനിക്കൊന്ന് സെക്കൻഡ് ഗിയർ കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു, എന്റെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി ആക്സിലറേറ്റർ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്തു, ആക്സിലറേറ്റർ മാറ്റി, അപ്പൊ തന്നെ ക്ലച്ച് ചവിട്ടി സൈഡ് ചേർത്തിട്ടു, സെക്കൻഡ് ഗിയർ വീണു. ഈ സെക്കൻഡ് ഗിയർ ഇട്ടപ്പോഴും ഞാൻ ബലം കൊടുക്കാതെ തന്നെയാണ്, സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത് കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിന്ന് വരുന്ന വണ്ടികൾ അവർ കയറി പൊക്കോളും നമ്മുടെ സൈഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ എന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നു. അപ്പൊ നിങ്ങളിപ്പോ ശ്രദ്ധിച്ച് കാണും, ഇട സൈഡിൽ കൂടെ ഒരു വണ്ടി വരുന്നത്, ഒരു ബൈക്ക് വന്നത്. നിങ്ങളിൽ പലരും എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇട സൈഡിൽ ഒരാളോ അല്ലെങ്കിൽ വണ്ടിയോ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് ഞെക്കി ഓൺ അടിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഈ ഓൺ അടിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ട് പോകും. അപ്പം ഈ ഓൺ അടിക്കണം എന്നുള്ള ചിന്ത വെച്ചോണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഓണിലോട്ട് കൈ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് നോക്കി നിങ്ങളുടെ കൈ കൊണ്ട് കാലും കൊണ്ട് ഒന്നും കാണിക്കാതെ നമ്മുടെ വണ്ടിയെ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ട് മുന്നോട്ട് അങ്ങ് ഓടിച്ചാൽ മതി. ഇത് കണ്ടില്ലേ, നമ്മുടെ സൈഡ് തന്നെ ചേർന്നാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലെ വണ്ടികൾ നോക്കാതെ അങ്ങ് ഓടിക്കുക. അല്ലെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ വണ്ടികൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി തോന്നും, അയ്യോ ആ വണ്ടി ഇങ്ങോട്ട് എടുക്കുവോ, നമ്മുടെ വണ്ടി തട്ടുവോ എന്നുള്ളത്. ഇപ്പൊ എനിക്ക് അവിടെ ലെഫ്റ്റ് പോകണം, ഞാൻ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലോ ചെയ്തു. സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആദ്യമേ ക്ലച്ച് ചവിട്ടിയുമ്പോൾ സ്പീഡ് കൂടും, അന്ന് ബ്രേക്ക് കൂടെ വെച്ചു. എന്നിട്ട് പതിയെ ബ്രേക്ക് ചെയ്ത് മാറ്റി ക്ലച്ച് മെല്ലെ എടുക്കുകയാണ്. കാരണം എനിക്ക് നിർത്തി എടുക്കേണ്ട കാര്യം വരുന്നില്ല. ഞാൻ എന്നിട്ട് എന്റെ സൈഡിലേക്ക് ഞാൻ തിരിച്ചു കൊടുക്കും കേട്ടാ. ആ റോഡിലേക്ക് വന്നു, ഞാൻ നേരെയാക്കി, ആ തിരിച്ചതിനത്ര നേരെയാക്കി കേട്ടാ. ആ വണ്ടി സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഈ സൈഡിൽ കൂടെ തന്നെ വന്നു കേട്ടാ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം ഇട്ട് ഇതേ രീതിയിൽ തന്നെ സൈഡിൽ കൂടെ തന്നെ ചേർത്ത് തന്നെ നിങ്ങളൊന്ന് വണ്ടി ഓടിച്ചെന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ഈ കൈക്കും കാലിനും ഒരു വഴക്കം കിട്ടും. അതായത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഓടിക്കുന്നത് മാത്രമേ ഉള്ളൂ, തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും ഒക്കെ ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് ആ കൈക്കും കാലിനും ബാലൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു, നാലാമത്തെ അഞ്ചാമത്തെ ഗിയറിലൊക്കെ ഇട്ട് ഓടിച്ചോളൂ. അല്ല, അപ്പൊ ഞാനിപ്പോ സെക്കൻഡ് വരെ ഇട്ടല്ലോ, നാലാമത്തെ മൂന്നാമത്തെ ഗിയറൊന്നും ഇട്ടില്ലല്ലോ എന്നോർത്തോണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കാതിരിക്കരുത്. കാരണം നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ അഞ്ചാമത്തെ ഗിയറിലും ഒക്കെ ചെയ്യാനുള്ളൂ. വീണ്ടും ഞാൻ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണോ നോക്കണം. ഫസ്റ്റ് ഗിയർ കൊടുത്തു, എന്നിട്ട് നമ്മൾ പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുമ്പോൾ ബാക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്. കാരണം എന്താ, നമുക്ക് തന്നെ മനസ്സിലാക്കാം, ചെറിയൊരു സ്ലോപ്പ് കയറ്റമുണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ എത്രയാണോ ബ്രേക്കിന് എടുത്തത് അത്രയും നമ്മൾ ബ്രേക്കിൽ തന്നെ പ്രസ് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. ഈ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡാഷ് ബോർഡിന്റെ അതൊരു വിറയൽ പോലും കാണും കേട്ടാ. നിങ്ങൾക്ക് അത് ആ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതാണ് പേപ്പർ വരയ്ക്കുന്ന കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ബൈറ്റിംഗ് പോയിന്റിലായി. നമ്മൾ ഈ കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് പോലെ നമുക്ക് കാഫ് ക്ലച്ച് എന്ന് പറഞ്ഞൊരു വണ്ടിക്കില്ല. ഞാൻ അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബൈറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാരണം കാഫ് ക്ലച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിന്റെ പകുതിക്കാണ് നമ്മൾ കാഫ് എന്ന് പറയുന്നത്. ഈ എല്ലാ വണ്ടിയുടെയും കാഫിലല്ല ക്ലച്ച് കിടക്കുന്നത്, ഒരു ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. കാരണം ചില വാഹനങ്ങളിൽ നമ്മൾ പുതിയ വാഹനങ്ങളൊക്കെ വരുന്നതനുസരിച്ച് നമ്മൾ കാൽഭാഗം എടുക്കുമ്പോഴേ എന്ത് ചെയ്യും, വണ്ടി മുന്നോട്ട് മൂവ് ആവും. പഴയ വണ്ടികളൊക്കെ വരുമ്പോഴത്തേനനുസരിച്ച് എന്ത് ചെയ്യും, ചിലപ്പോൾ മുക്കാൽ ഭാഗം എടുത്താൽ പോലും എന്ത് ചെയ്യത്തില്ല, ആ ക്ലച്ച് ആകത്തില്ല. അപ്പൊ നമുക്ക് ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്, കാഫ് ക്ലച്ച് എന്നല്ല. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇല്ല, ഒരു വിറയിൽ വന്നു. പിന്നെ നമുക്ക് ക്ലച്ചിൽ നിന്ന് മുകളിലോട്ട് എടുക്കണ്ട, ബ്രേക്കിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഞാൻ ബ്രേക്കിൽ നിന്ന് മാറിയുള്ളൂ, വണ്ടി ബാക്കിലോട്ട് പോകുന്നില്ല, ആശോട്ട് കൊടുത്തുമില്ല. എന്നിട്ട് പതിയെ നമ്മൾ എന്ത് ചെയ്യാം, മിററിൽ നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്ത് പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുക കേട്ടാ. വണ്ടിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പതിയെ അങ്ങോട്ട് എടുക്കണ്ട. നമ്മുടെ മുകളിൽ വരുന്ന വരെ നമ്മൾ ക്ഷമിച്ചോണ്ട് വേണം ചെയ്യാം ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് പതിയെ എടുക്കാൻ. ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്തതിന് ശേഷം നമുക്കൊന്ന് ആക്സിലറേറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അടുത്ത ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ വണ്ടിയെ നോക്കിക്കൊണ്ട് കൊടുക്കാതെ തന്നെ നമ്മൾ ആദ്യം മിററിൽ നോക്കി വണ്ടിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് ആക്കി കൊടുക്കുക പതുക്കെ. എന്നിട്ട് നമ്മൾ നമ്മുടെ സൈഡിലേക്ക് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഗിയർ കൊടുക്കാവൂ. അല്ലാതെ ഒരു വണ്ടി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് മൂവ് ആയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടി കയറി നിങ്ങൾ അടുത്ത ഗിയർ കൊടുത്ത് എന്തെങ്കിലും ഫ്രണ്ട് കിടക്കുന്ന വണ്ടിയിൽ വണ്ടി കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി കൂട്ടും ഒന്നും ചെയ്യരുത്. അപ്പൊ നമ്മുടെ സൈഡിലേക്ക് വീണ്ടും അടുപ്പിക്കുക. കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, വണ്ടി കിടന്നുകൊണ്ട് നമ്മുടെ സൈഡിലേക്ക് തന്നെ വന്നു. നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോയി നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ആശയോട്ട് സ്വല്പം കൊടുക്കുക, ആശയോട്ട് മാറ്റുക, ക്ലച്ച് തൊട്ട് സെക്കൻഡ് കൊടുക്കുക കേട്ടാ. ഇങ്ങനെ കൊടുക്കും. എനിക്കിപ്പം വണ്ടി തിരിക്കണം, ഞാൻ എന്ത് ചെയ്തു, വണ്ടി തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി, കണ്ടില്ലേ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് കൊടുത്തു. നമ്മളിപ്പോ വന്നിടത്തോടെ നമുക്ക് തിരിച്ചു പോകണം. എന്ത് ചെയ്യണം, നമ്മൾ ആ സൈഡിലേക്ക് തന്നെ ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചു കൊടുത്തു. ഈ റൈറ്റിലേക്ക് തിരിച്ച് ഫുള്ളി ലോക്ക് ചെയ്യണം. കാരണം ഈ റോഡിൽ നിന്ന് എനിക്ക് അവിടെ എല്ലാം നമുക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്, വേണേൽ വട്ടത്തിൽ എടുക്കാം. പക്ഷെ നമുക്ക് എല്ലായിടത്തും ഇതുപോലുള്ള സ്പേസ് വേണമെന്നില്ല. ഉദാഹരണത്തിന് നമുക്ക് ഒരു സിംഗിൾ റോഡ് ഉള്ളായിരിക്കും, അവിടെ നമുക്കൊരു വണ്ടി തിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ ഫുള്ള് ലോക്ക് ചെയ്തു, ഞാൻ പതിയെ മുൻപോട്ടെടുത്തു. എത്രയും നമുക്ക് ഫ്രണ്ട് വരെ ചെല്ലും, ആ റോഡിന്റെ എൻഡ് വരെ ചെല്ലും, അത്രയും നമ്മൾ മുൻപോട്ട് എടുക്കുക. കണ്ട, അത്രയും എടുത്തതിന് ശേഷം അവിടെ നിർത്തി.
കാരണം ഇനി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങോട്ട് പോകും, ഈ റോഡ് കവിഞ്ഞ് അതിലേക്കൂടെ പോവുള്ളൂ. നമുക്ക് റോഡിൽ നിന്ന് ഇറങ്ങാനുള്ള സ്ഥലമില്ല. അപ്പൊ നമ്മൾ അവിടെ കണ്ട നെന്റ് വരെ കൊണ്ട് നിർത്തി. എന്നിട്ട് നമ്മൾ മുൻപോട്ട് എന്താണ് ചെയ്തത്, അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ മുഴുവനും ചെയ്യണം. കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റും റിവേഴ്സ് പോകുമ്പോൾ റിവേഴ്സ് ഗിയർ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റിവേഴ്സ് ഗിയർ കൊടുത്തു. കാരണം ബാക്കിലേക്ക് പോകാൻ റിവേഴ്സ് ഗിയർ ആണ്. അതിനുശേഷം നമ്മൾ മുൻപോട്ട് പോയപ്പോൾ റൈറ്റിലേക്കാണ് ഓടിച്ചത്. അതിന് പകരം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഫുള്ള് തിരിച്ച് ലോക്ക് ആകുന്ന നമ്മൾ തിരിക്കുക. തിരിച്ചതിന് ശേഷം രണ്ട് സൈഡിലും വണ്ടി ഉണ്ടോ ഇല്ലോ നോക്കുക. കാരണം നമ്മൾ ഇവിടെ കിടക്കുന്ന സമയത്ത് ബാക്കിൽ എന്തെങ്കിലും വണ്ടികളോ കാര്യങ്ങളൊക്കെ വരാം. കാരണം ഇവിടെ കിടക്കുമ്പോൾ എന്തായാലും ഫ്രണ്ടിൽ കൂടെ ആരും വരില്ല. അപ്പൊ നമ്മൾ ബാക്കിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലെ മിറർ നോക്കുക, രണ്ട് സൈഡും നോക്കുക. രണ്ട് സൈഡിലും വണ്ടി ഇല്ലെങ്കിൽ പതിയെ നമ്മൾ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കാം. മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കാവും. കാരണം നമുക്ക് സ്പേസ് കുറവാണ്, എടുത്തോണ്ട് പോകരുത്. പതിയെ എടുക്കുക. കണ്ടില്ലേ, പതിയെ ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കുന്നു. എടുത്തു നമുക്ക് എത്രത്തോളം നമുക്ക് ബാക്കിലേക്ക് വരാമോ അത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് തന്നെ ഈ ഒടിവിന് തന്നെ, ഞാൻ എന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നില്ല, കണ്ടില്ലേ, ഫുള്ള് ലോക്ക് ചെയ്തിട്ട് എടുത്തത്, അത്രത്തോളം കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യണം, അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ മുൻപോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. മുൻപോട്ട് പോകാൻ വീണ്ടും ഫസ്റ്റ് കൊടുക്കുന്നു, ഫുള്ള് നമ്മൾ റൈറ്റ് തിരിച്ചു കൊടുക്കുന്നു. കണ്ട, അപ്പൊ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കിടക്കുന്നിടത്ത് നിന്ന് ഫസ്റ്റ് ഗിയർ മാത്രം കൊടുക്കും, പതുക്കെ ഇങ്ങനെ അനങ്ങും ഇങ്ങനെ തിരിച്ചു കൊടുക്കും. എങ്ങോട്ട് തന്നെ വണ്ടി പോകും, അങ്ങോട്ട് തന്നെ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ഒരു സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്ത് മുന്നോട്ട് എടുക്കുമ്പോഴും ബാക്കിലേക്ക് എടുക്കുമ്പോഴും ഫുള്ള് ലോക്ക് ചെയ്ത് തന്നെ എടുക്കുക. കണ്ടില്ലേ, ഫുള്ള് ലോക്ക് ചെയ്തു പതിയെ മുൻപോട്ട് എടുക്കുന്നു. കണ്ടില്ല, മുമ്പ് നമ്മൾ അവിടെയാണ് ചെന്നത് ആദ്യം. ഇപ്പൊ നമ്മൾ ബാക്കിലോട്ട് വന്നതിന് ശേഷം പിന്നെ ഇവിടെ വന്നു. കണ്ടാ, ഈ വേഗം നമുക്ക് പോകില്ലെങ്കിലും എന്ത് ചെയ്യുക, അവിടെ തന്നെ കൊണ്ട് നിർത്തുക. അവിടെ തന്നെ കൊണ്ട് നിർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഫുള്ള് തിരിക്കുന്നു. ഫുള്ള് തിരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ നോക്കുന്നു, വണ്ടി ഉണ്ടോ ഇല്ലെന്ന് നോക്കുന്നു. ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്നു. ബാക്കിലേക്ക് പതിയെ. അപ്പൊ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് പോകരുത് നിങ്ങൾ ഒരു കാരണവശാലും. പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുക. വണ്ടി കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടി ബാക്കിലേക്ക് വരും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, റൈറ്റിലേക്ക് തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ വേഗം ഒരുപാട് ഒടിക്കേണ്ടി വരത്തില്ല. കാരണം നമുക്ക് ഒടിഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. കാരണം ഇങ്ങോട്ടാണ് ഒടിഞ്ഞു കിടന്നത്. നേരെ ആക്കിയാലോ സ്ട്രെയിറ്റ് അങ്ങനെ പോവുള്ളൂ. സ്വല്പം ഫുള്ളായിട്ട് ഒടിച്ചാലോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഫുൾ ഒടിക്കേണ്ട കാര്യവും വരുന്നില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്, ആ സൈഡിലേക്ക് നമുക്ക് ആക്കിയാൽ മതി. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്തു, പതിയെ എടുത്തോണ്ട് തന്നെ അങ്ങോട്ട് ആ സൈഡിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്നു. കണ്ടാ, ആ സൈഡിലേക്ക് എത്തി കണ്ടാ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാ, നേരെ ആക്കി കൊടുക്കുക. കണ്ടാ, നമ്മുടെ ആ സൈഡിൽ കൂടെ തന്നെ വണ്ടി വരും. നമ്മൾ എടുത്തുകൊണ്ട് വണ്ടി സ്ട്രെയിറ്റ് ആകുന്നിടം വരെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത്, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുത്ത് വിടരുത്. ആ ക്ലച്ചിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പതിയെ നമ്മൾ തിരികെ എടുക്കുകയും ചെയ്ത് നമ്മുടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയി നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി വണ്ടി എടുത്ത് സ്പീഡ് കൂട്ടത്തക്ക പോലെ ആ സമയം വരെ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ക്ലച്ചിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, തിരിക്കുക. അതുപോലെ തന്നെ മുൻപോട്ട് എടുക്കുക, ബാക്കിലേക്ക് എടുത്ത് തിരിച്ചതിന് ശേഷം ഇതുപോലെ ഫ്രീ ആയതിനു ശേഷം മാത്രം ക്ലച്ചിൽ മുത്തും എടുത്ത് വിടാവും. അപ്പൊ ഞാൻ ഈ കാണിച്ചതും ചെയ്തതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഇട്ടുള്ളൂ, 3, 4, 5 ഗിയറോട് ഇട്ടൊന്ന് ഓടിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. കാരണം ഒറ്റയ്ക്ക് ഒരു വണ്ടി ഒന്ന് ഓടിക്കണം, അവർക്ക് ചെയ്തുകൊണ്ട് റോഡിൽ കൂടെ ഓടിച്ചോണ്ട് പോകുന്നത് കാണണം. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇപ്പം അറിയാവുന്നവർക്കൊക്കെ ഇതൊക്കെ വളരെ ഈസിയാണ്. ഇതെന്തിനാ എങ്ങനെ കാണിക്കുന്നത്, അങ്ങോട്ട് ഓടിക്കും, അങ്ങോട്ട് ഇട്ടാ പോരെ, 4 ഗിയർ അങ്ങ് ഇട്ടാ പോരെ എന്ന് ചോദിക്കും. കാരണം ഈ തുടക്കക്കാരന് 3, 4, 5 എന്ന് പറയുമ്പോഴേ പേടിയാണ് അവർക്ക്. കാരണം ഒരു വണ്ടി ഓടിച്ച് ശീലമായവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഏറ്റവും ഈസി ഓടിക്കാനുള്ള ഗിയർ 5ാമത്തെയാണെന്ന്. അതേ സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, പിന്നല്ലേ 5, പിന്നെ അവർ 5 എന്ന് കേൾക്കുമ്പോഴത്തേന് ആ ഏരിയയിലോട്ട് വരുന്നില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഒക്കെ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. ഇന്ന ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആയെന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.